എന്താ പറയാ ഒക്കെ പോയോ. അതായത് അവർ നമ്മളോട് ചോദിക്കുമ്പോൾ അവരുടെ വാക്കുകൾ തുളുമ്പുന്ന ആ സഹതാപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹം തോന്നും. ചില ആൾക്കാരുടെ ഉള്ളില് അല്ലെ, അവരെ ഉള്ളിൽ ഇത് അപ്പുറത്ത് പോയിട്ട് പറയുന്നത് എന്താണ്, ഓന് ഭയങ്കര ഇതായിരുന്നു, നന്നായി, ഇപ്പൊ കണ്ടില്ലേ. ഇത് പറയുന്ന ആൾക്ക് നമുക്കിതൊക്കെ അറിയാം, പക്ഷെ നിവൃത്തിയില്ല. കാരണം നമ്മളപ്പോ സീറോ ആണ്. ആ സീറോ ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിരിക്കുക. കാരണം അവരെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ആ രീതിയിൽ കാണാം. അത് നമ്മളുടെ അവരുടെ കുഴപ്പമല്ല, സാഹചര്യങ്ങളുടെ ടൈമിന്റെ മാത്രം പ്രശ്നമാണ്. ടൈം മാറുന്നതിനനുസരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു പോകും അല്ലെ. ഓരോ കാലം കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് സാഹചര്യങ്ങളും സംഭവങ്ങളും നമ്മുടെ അവസ്ഥകളൊക്കെ മാറും. അന്ന് ഞാൻ ഈ സംഭവങ്ങളൊക്കെ നേരിട്ടാണ് നിൽക്കുന്ന സമയത്ത് ഒരു ലെവലിലും ആ ലൈനിലുള്ള ഒരാളും ചിന്തിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും ഈ ഒരു രീതിയിലേക്ക് വരും എന്നുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമെന്നുള്ളതോ ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. വേറെ കേസ് ഞാൻ വേറെ രീതിയിലുള്ള സംഭവങ്ങളാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഒരു ദുബായ് ആ ഒരു ലെവലിൽ അങ്ങനെ പോവാന്നുള്ളതായിരുന്നു. അതിനുശേഷം പോയി ദുബായിലെങ്കിൽ പോലും പിന്നീട് എനിക്ക് എന്റെ ആവശ്യം വന്നിട്ടില്ല. അന്ന് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് പറയത്തക്ക രീതിയിലുള്ള ഒരു സ്കില്ല് ഉണ്ടായിരുന്നില്ല, ഒരു ബേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വളർത്തിയെടുത്ത് ഈ അപ്ഡേഷനിൽ പോകണം. ഓട്ടോ പോലും മുക്കാതെ ഞാൻ ബാംഗ്ലൂർക്ക് പോകണത്. ബാക്കിൽ 5 പൈസ വേറെ അല്ല. ഞാൻ അതുകൊണ്ടാണ് എന്റെ മുന്നിൽ വരുന്ന ഏതൊരു മനുഷ്യനെയും കുറച്ച് ചില സമയങ്ങളിലൊക്കെ റഫാകുന്നത്. കാരണം അവൻ അവന്റെ സീരിയസ് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവനൊരിക്കലും ഒന്നും അല്ലാതായി പോകരുത്. കഷ്ടപ്പെടേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ഒക്കെ ചെയ്യും.